ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ തോരനാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനു വേണ്ടിയ സാധനങ്ങൾ: 3 സവോള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇനി വേണ്ടത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഈ സവാളയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം. ഈ ഒരു പാകത്തിനാവുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 30 സെക്കൻഡ് വഴറ്റുക. അതിന് ശേഷം ഈ കുമ്പളങ്ങ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം ഒന്ന് പൊത്തി വെച്ച് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് അത് ഇളക്കിയിടുക. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഈ കുമ്പളങ്ങയുടെ വെള്ളം ഇറങ്ങുമ്പോൾ എല്ലാം കൂടെ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഇതേപോലെ തന്നെ എല്ലാം കൂട്ടി വെച്ചതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചാൽ മതിയാകും. അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങി വരും. അത് വറ്റണത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റണത് വരെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.